ഭഗവാനെ, അയ്യപ്പനെ ആരാ പുഴയിൽ കൊണ്ട് എറിഞ്ഞത്? ഞാൻ കണ്ട സ്വപ്നം സത്യമായിരിക്കാണല്ലോ. ഞാൻ കണ്ടത് സത്യമായി വന്നിരിക്കുകയാണല്ലോ ഭഗവാനെ. ഒരു നിമിത്തം പോലെ എന്റെ കയ്യിൽ വന്ന ഭഗവാനെ എനിക്ക് തിരിച്ചു കിട്ടണേ. അമ്മേ, എന്താടി? അത് പിന്നെ ആ ഭഗവാന്റെ വിഗ്രഹം എവിടെ? ഏത് ഭഗവാന്റെ? പൂജാമുറിയില് ഒരു അയ്യപ്പന്റെ വിഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ കാണാനില്ല. കാണാനില്ലേ? ആ, എന്നാ പിന്നെ അതൊരാൾ എടുത്തോണ്ട് പോയതാ. ആര്? മരിച്ചുപോയ നിന്റെ അച്ഛൻ. അവള് രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. എടി, ഇന്നലെ രാത്രി അവൻ വന്നായിരുന്നോ? ആര്? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഒരുത്തനിവിടെ വന്നില്ലേ, നിന്റെ കാമുകൻ. അവൻ വന്നോന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കില് അവന്റെ വീട്ടിൽ പോയി നോക്കിയാ മതി, അവിടെ കാണും നിന്റെ അയ്യപ്പ വിഗ്രഹം. അമ്മ, ഇന്നലെ രാവിലെ ഞാൻ ഭഗവാന് തിരികൊളുത്തിയതാ. അതാ കുഴപ്പം. എടി, നീ തിരികൊളുത്തി ഭഗവാൻ ഒരു ശല്യമായി കാണും. അപ്പൊ ഭഗവാന് തോന്നിക്കാണും ഇനി നീ കൈകൂപ്പി നിൽക്കുന്നത് കാണാതിരിക്കാനായിട്ട് ഈ പൂജാമുറിന്ന് ഇറങ്ങി പോവാന്ന്. ഈ വീടിനകത്തുള്ളവർക്കറിയാം അതെവിടെ പോയിന്ന്. അവള് കാമുകന് അയ്യപ്പ വിഗ്രഹം കൊടുത്തു വിട്ടിട്ട് ഈ വീട്ടിലുള്ളവരെ കള്ളറാക്കാൻ നോക്കുക. എന്നുവെച്ചാ ഒരുത്തൻ നീ എന്തു പറഞ്ഞാലും വിശ്വസിക്കുമല്ലോ. ദേ, അവനെ ഈ വീട്ടിലുള്ളവരെ തെറ്റിക്കാൻ വേണ്ടിട്ട് നീ മനഃപൂർവ്വം കഥയുണ്ടാക്കുക. ആ, എന്നാ പിന്നെ നീ അങ്ങോട്ട് ചെല്ല്. ദേ, നിന്നെ അടുക്കള കേറ്റരുതെന്നല്ലേ ഓർഡർ. എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് ചായ ഇട്ടോളാമേ. ചെല്ല്, ചെന്ന് കെട്ടിയനോട് പോയി പരാതി പറ. അവളുടെ ഒരു അയ്യപ്പ വിഗ്രഹം. ഭഗവാനല്ല, ഇവളെയാ ഇവിടുന്ന് തൂത്തെറിയേണ്ടത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.